ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായന ഭാഗം 1 പത്രോസ് 1-2 അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 9-ാം വാക്യം. അവരിൽ പ്രധാനിയാക്കുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫോസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയത് എന്നറിയപ്പെടുന്ന 3 ലേഖനങ്ങളും ആദിമകാലം മുതൽ തന്നെ സഭയുടെ സവിശേഷ ശ്രദ്ധ പതിഞ്ഞിട്ടുള്ളതാണ്. അപ്പോസ്തലന്മാരിൽ ഒരുവനും സെബദി പുത്രനുമായ യോഹന്നാൻ രചിച്ചു എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം ഗായോസ് എന്ന വിശ്വാസിക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഗായോസിനെ കുറിച്ച് വലിയ മതിപ്പാണ് എഴുത്തുകാരനുള്ളത്. എന്നാൽ ഈ ലേഖനത്തിൽ ദിയോത്രഫേസ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം തിന്മയുടെ പര്യായമായിരുന്നു. ദിയോത്രഫേസ് എന്ന പേരിൻ്റെ അർത്ഥം ദൈവം വളർത്തിയവൻ എന്നാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് അല്പമായി നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, നേതൃത്വം സേവനത്തിന് ആയിരിക്കണം. നേതൃനിരയിലേക്ക് എത്തുമ്പോൾ അത് സേവനം ലക്ഷ്യമാക്കിയുള്ളതായിരിക്കണം, മറിച്ച് അവിടെ അധികാരം കാണിക്കുകയല്ല വേണ്ടത്. ഇന്ന് നമ്മൾ കുറിവാക്യമായി വായിച്ച വാക്യത്തിൽ കാണുന്നത്, സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരിക്കുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല എന്ന് അവിടെ കാണുന്നു. ഈ വാക്യത്തിൽ മാത്രമാണ് ദിയോത്രഫേസിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം സഭയിൽ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല, അദ്ദേഹം അധികാരമോഹിയും സ്വാർത്ഥനുമായിരുന്നു എന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നേതൃസ്ഥാനം അദ്ദേഹത്തെ സ്വാർത്ഥതയിലേക്ക് നയിക്കുന്നു. സ്വാർത്ഥതയും അധികാരഹുങ്കും ഞാൻ എന്ന ഭാവവും കൊണ്ടെത്തിക്കുന്നത് ഒരു മനുഷ്യനെ അവൻ്റെ അധപ്പതനത്തിലേക്കാണ്. ഒരു നല്ല നേതാവ് തൻ്റെ അനുയായികളെ ചേർത്ത് നിർത്തുകയും അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയും വേണം. മാത്രമല്ല, ഉത്തരവാദിത്വങ്ങൾ വീതിച്ചു നൽകുക, എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കുക, ഇത് ഒരു നല്ല നേതാവിൻ്റെ ഉത്തരവാദിത്വമായി നമുക്ക് കരുതാം. ഇവിടെ ഗായോസ് ഉത്തമ സാക്ഷ്യമുള്ളവനായി മാറുമ്പോൾ ദിയോത്രഫേസ് സ്വാർത്ഥതയ്ക്കായി തൻ്റെ അധികാരം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട്, ആത്മീയതയെ നിരാകരിക്കുന്നവൻ. ദിയോത്രഫേസ് ഈ ലേഖനകർത്താവിനെതിരെ ദൂഷണം പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല, വിശുദ്ധ യോഹന്നാന്റെ അധികാരത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു. കൂടാതെ മറ്റു വിശ്വാസികളെ സ്വീകരിക്കാതിരിക്കുകയും അവരെ ക്രിസ്തുവിനെയും അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാനെയും സ്വീകരിക്കുവാൻ, അവരുടെ ഉപദേശങ്ങൾ കൈക്കൊള്ളുവാൻ തയ്യാറായിരുന്നവരെ വിലക്കുകയും സഭയിൽ നിന്ന് ദിയോത്രഫേസ് അങ്ങനെയുള്ളവരെ പുറത്താക്കി കളയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 10-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്കു പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവന് ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിനു മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവജനത്തെ നയിക്കേണ്ടവർ വിനയവും സ്നേഹവും ഉള്ളവരായിരിക്കണം. അപ്പോസ്തലിക ഉപദേശത്തെ തള്ളിക്കളയുന്നവരും ആത്മീയതയെ നിരാകരിക്കുന്നവരും പിശാചിൻ്റെ മക്കൾ തന്നെയാകുന്നു. ഇങ്ങനെയുള്ളവർക്ക് സഭയിൽ സ്ഥാനം ലഭിച്ചാലും അവരുടെ ഹൃദയം ദൈവത്തിന് കീഴടങ്ങിയില്ല എങ്കിൽ വീഴ്ച സംഭവിക്കും. അത് ജീവിതത്തിൽ ഏറെ തകർച്ചയ്ക്ക് കാരണമാകും എന്നാണ് ഇവിടെ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സത്യത്തിന് വിരോധമായത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. പ്രിയമുള്ളവരെ, സത്യദൈവത്തെ സ്വീകരിച്ച് ദൈവമക്കളെ ആദരിച്ച് സമൂഹത്തിന് നന്മ പകരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുമ്പോൾ സേവന സന്നദ്ധരായി തീരുവാനും ദൈവത്തെയും ദൈവമക്കളെയും ഹൃദയം തുറന്ന് അംഗീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.